തൃശൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. നഗരത്തിൽ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിലാണ് പ്രതിഷേധമുണ്ടാകുന്നത്. മേയറുടെ ചേംബർ ഉപരോധിക്കുകയാണ്. MS ലിഷോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ലിഷോ, ഇന്നലെ വൈകുന്നേരമാണ് ഈ അപകടമുണ്ടായത്. എന്താണ് പ്രതിപക്ഷ ആരോപണം? ബഹളം തുടരുകയാണോ? തീർച്ചയായും ബഹളം തുടരുകയാണ്. അതായത് ഇന്നലെ ഉണ്ടായ അപകടം അത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാർ പലതവണ കൗൺസിലിന് കത്ത് നൽകിയതാണ്. പക്ഷേ അത് കൃത്യമായി അതിൽ നടപടിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഭരണപക്ഷ അംഗങ്ങൾ, അതിൽ മേയർ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ആരും തന്നെ അതിൽ കൃത്യമായൊരു നടപടി എടുത്തില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം കൗൺസിൽ ഹാളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് മേയറുടെ ചേംബർ ഉപരോധിക്കാനാണ് വന്നത്. പക്ഷേ ഇന്നിപ്പോൾ മേയർ ഇവിടേക്ക് എത്തിയിട്ടില്ല. പകരം നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക്? ഒരു മാസം മുമ്പാണ് ഈ അപകടാവസ്ഥ ഉണ്ടായത്. കോർപ്പറേഷന്റെ മൂക്കിന് താഴെയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കഴിഞ്ഞ 22-ന് ഉണ്ടായ കാറ്റിൽ അടർന്നു വീണതാണ്. ഇതിന് ഫോട്ടോ സഹിതം വ്യാപാരികളും ജനങ്ങളും ഇവിടെ പരാതി നൽകിയതാണ്. ഈ സെക്രട്ടറിയുടെ എന്തിനടിക്കണേ? ഈ മേയറുടെ എന്തിനടിക്കണേ? ഒരു മാസം പിന്നിട്ടിട്ട് ഇത് ഷീറ്റ് വീണപ്പോ 1800 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വീണപ്പോ 4000 കിരിയുള്ള ഷീറ്റ് വീണപ്പോ ഒരാളുടെ ജീവന് പോലും ഒന്നും സംഭവിച്ചില്ല. ഒരു കോറൽ പോലും വന്നില്ല എന്നുള്ളത് ദൈവത്തിന്റെ കടാശം. ഇവിടെ പറയുന്നത് LDF ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അപകടമുണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ വില കുറഞ്ഞ സംസാരങ്ങൾ പറയുന്ന LDF നേതാക്കൾ ഇവിടെ ഒരു മാസമായിട്ടും ഒരു നടപടി പിടിക്കാതെ നോക്കൂത്തിയായിരിക്കുന്ന മേയറും സെക്രട്ടറിയും. ഒരു മാസം മുമ്പ് നിങ്ങൾ കൊടുത്തതാണോ? അതെ, ഒരു മാസം മുമ്പ് ഞങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങളിൽ ഫോട്ടോ അടക്കം വന്നു, കൗൺസിൽ വന്നു. ഇത് കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരെ അറിയിട്ടുള്ള റിപ്പോർട്ടിലുണ്ട്. പ്രതിഷേധം എത്ര സമയം തുടരും? മേയർ, സെക്രട്ടറി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം. വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ മേയർ ഈ സ്പോട്ടിൽ കൃത്യമായി പറയണം. മേയറോട് വന്ന് മേയർ കാര്യങ്ങൾ പറയണം. മേയർ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം. മേയർ രാജിവെച്ച് പുറത്തു പോകണം. ഇവിടെയില്ല. മേയർ ഒളിച്ചോടി, മേയർ റൂം പൂട്ടി, മേയർ പൂട്ടി. സെക്രട്ടറിയുടെ ഭാഗത്ത് എന്താണ് ഉണ്ടാവുക? എന്താണ് ഒരു തുടർ നടപടി? നമ്മളിതിനെ കുറിച്ച് പരിശോധിച്ചിട്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കി ബഹുമാനപ്പെട്ട മേയർക്ക് കൊടുക്കും. മേയർ നിർദ്ദേശം മറ്റു നടപടി ഇത് കണ്ടിട്ടില്ല. ഒരു മാസമായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല? നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ സംഗതി. ഇപ്പൊ ഇന്നലെ മാത്രമാണ് ഇങ്ങനെ സംഗതി അറിയണം. ഇങ്ങനൊരു പരാതി ഉണ്ടായിരുന്നുള്ള വിവരം ഇന്നലെ മാത്രമേ. സെക്രട്ടറി പറയുന്നത് തങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു മാസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു പരാതി മാധ്യമങ്ങൾ ഉൾപ്പെടെ വരികയും അതിനോടൊപ്പം തന്നെ മേയർക്ക് ഉൾപ്പെടെ നൽകുകയും ചെയ്തു, സെക്രട്ടറിക്ക് ഉൾപ്പെടെ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ അതൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സെക്രട്ടറി പറയുന്നത്. ശരി, ഋഷിഷയാണ് വിവരങ്ങൾ നൽകിയത്. 4 നില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഈ ഇരുമ്പ് മേൽക്കൂര ആ റോഡിലേക്ക് വന്നു വീണത്. ആഴ്ത്തിരക്കുള്ള സമയമായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. ഈ സമയത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ പല കെട്ടിടങ്ങളുടെയും മുകളിലൊക്കെ വലിയ വലിയ പരസ്യ ബോർഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ സുരക്ഷിതമാണെന്ന് അത് സ്ഥാപിച്ചവർ ദയവായി ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഉടമകൾ അതൊക്കെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായതാണ്. പലപ്പോഴും ഈ മഴക്കാലത്ത് ഈ പരസ്യ ബോർഡുകളൊക്കെ വീണും അപകടങ്ങൾ പതിവായതുകൊണ്ടാണ് അത് പറഞ്ഞത്.